നമുക്ക് PV കുട്ടനിലേക്ക് പോകാം. നിലമ്പൂരിലേക്ക് കുട്ടൻ, കൃത്യമായ വാക്കുകൾ സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു വെക്കാറുണ്ട് എം സ്വരാജിനെ കുറിച്ച്. രാഷ്ട്രീയ പഠന വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വേണ്ടി ഒരു ഗ്രന്ഥമാക്കാൻ പറ്റുന്ന ഒരാളാണ് എം സ്വരാജ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, പ്രതികരണങ്ങൾ, നിലപാടുകളൊക്കെ അത്തരത്തിലുള്ളതാണെന്ന് ഇപ്പോൾ കുട്ടനോട് പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോഴും കൈരളി TV മാത്രമായി സംസാരിച്ചപ്പോഴും അതിനുശേഷം മാധ്യമപ്രവർത്തകർക്കൊക്കെ പ്രതികരണം നൽകിയപ്പോഴും കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഓരോ വിഷയത്തിലും. PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അതൊരിക്കലും LDFനെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നേരത്തെ നമ്മൾ തുടക്കത്തിൽ ഗുഡ് മോർണിംഗ് കേരളത്തിൻ്റെ തുടക്കത്തിൽ സംസാരിച്ച PV അൻവറിൻ്റെ ആ കവളപ്പാറയിലെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ KM ഷാജിയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് അഭിനിഷ വളരെ സമഗ്രമായിട്ടാണ് എം സ്വരാജ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ചൂടിലേക്ക് നീങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മളോട് സംസാരിച്ചത്. അടുത്ത വിഷയങ്ങൾ, സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ, നിലമ്പൂരിലെ വിഷയങ്ങളൊക്കെ അദ്ദേഹം സമഗ്രമായി തന്നെ പ്രതിപാദിച്ചു. ഇന്നലെ രാത്രി PV അൻവറിനെ കാണുന്നതിന് വേണ്ടി രാഹുൽ ബാങ്കൂട്ടത്തിൽ പോയ കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അതൊന്നും LDFനെ ബാധിക്കുന്ന വിഷയമല്ല. തെരഞ്ഞെടുപ്പിൽ ആർക്കും മത്സരിക്കാം, PV അൻവറിനും മത്സരിക്കാം. പക്ഷേ UDFൻ്റെ ഒരു ഗതികേടാണ് ഇപ്പോൾ ഈ കാണുന്നത്. കാരണം ഈ കാല് പിടിക്കാൻ പോകുന്നത് UDFൻ്റെ ഗതികേടാണ്. ഇനിയും എത്ര പേർ ക്യൂ നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് കാണാമെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇതിനകത്ത് PV അൻവർ നേരത്തെ MLA സ്ഥാനം രാജിവെച്ചത് ഉൾപ്പെടെ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ്. അവരുടെ ഒരു ബുദ്ധി ഉപദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു രാജി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളെന്ന് എം സ്വരാജ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കവളപ്പാറയിലെ ദുരന്ത സമയത്ത് എം സ്വരാജ് ഇവിടെ എത്തിയിരുന്നില്ല എന്ന തരത്തിൽ UDFൻ്റെ ചില സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾ വഴിയുള്ള പ്രചാരണങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ രാവിലെ പറഞ്ഞതാണ്. അതിന് വളരെ കൃത്യമായ മറുപടികൾ ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇന്ന് അത് സംബന്ധിച്ച് സ്ഥാനാർത്ഥി തന്നെ എം സ്വരാജ് തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ സാധാരണ കരുതുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ഇത്തരം ആരോപണങ്ങളാണെന്നാണ്. അതിനെ ആ രീതിയിൽ തന്നെ അർഹിക്കുന്ന തരത്തിൽ തള്ളിക്കളയാം എന്നുള്ളതാണ് താൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതിപ്പോൾ മുൻ MLA ആണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മറവി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രത്യേക ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങനെ പറയുന്നതായിരിക്കാം. കാരണം താൻ അന്ന് തൃപ്പൂണിത്തുറ MLA ആയിരുന്ന ഘട്ടത്തിൽ അവിടെ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടേക്കാണ് താൻ ആദ്യം ഓടിയെത്തി. കവളപ്പാറയിലേക്കും നിലമ്പൂരിൻ്റെ പല ഭാഗങ്ങളിലേക്കുമാണ് താൻ ആദ്യം ഓടിയെത്തിയിരുന്നത്. അത് അന്ന് തന്നെ ഈ മുൻ MLA തന്നെ തൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിലൂടെ ഈ ഫോട്ടോ ഉൾപ്പെടെ കൊടുത്തിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് തനിക്കറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ രാഷ്ട്രീയ വിഷയങ്ങളോടൊക്കെ അതോടൊപ്പം തന്നെ ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങളോടൊക്കെ വളരെ കൃത്യമായ മറുപടിയാണ് എം സ്വരാജ് നൽകിയിരിക്കുന്നത്. വിനിഷ.